ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഓറിയോ കേക്ക് ആണ് കേട്ടോ. ഓറിയോ തന്നെ വേണമെന്നില്ല, ഏത് ക്രീം ബിസ്ക്കറ്റ് ആയാലും മതി. ഇപ്പോൾ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് പലർക്കും കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഓറിയോ കേക്കിന്റെ റെസിപ്പി ഇടണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി ഇടുന്നത്. പിന്നെ ഈ കേക്കിന് ഓവനോ ബീറ്ററോ മൈദയോ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും തന്നെ ആവശ്യമില്ല. മിക്സിയിലാണ് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കൊച്ചുകുട്ടിക്കും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു അടിപൊളി ഓറിയോ ബിസ്ക്കറ്റിന്റെ കേക്ക് റെസിപ്പി കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ചാനൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ഇടയ്ക്കൊന്ന് യൂട്യൂബിൽ ചിക്കു സ്റ്റൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാൻ സാധിക്കും. അവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഒന്നും മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഓറിയോ കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു പാക്കറ്റ് 120 ഗ്രാം ആണുള്ളത്. ഇപ്പൊ 30 രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിനുള്ളത്. ഇതിപ്പം ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല. ഇത് പാർലിയുടെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഉള്ളത്, അതായാലും മതി. ഇനി വേറെ ഏതായാലും ഇതുപോലത്തെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഏതായാലും മതി. പിന്നെ ഞാനിതിൽ നടുക്ക് വൈറ്റ് ക്രീം ഉള്ളതാണ് എടുക്കുന്നത്. കണ്ടോ, ഉള്ളിൽ വൈറ്റ് ക്രീമുള്ള ബിസ്ക്കറ്റ് ആണ്. ഇതൊന്ന് എടുത്തിട്ട് ഇതിന്റെ ഈ ക്രീം ഒന്ന് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോ ക്രീമും ബിസ്ക്കറ്റും വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. ഇനിയിപ്പം ബിസ്ക്കറ്റിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു 1/4 കപ്പ് ഒഴിച്ച് അടിച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ബാറ്റർ ഒരുപാട് അങ്ങ് ലൂസായി പോരുത്, അതുകൊണ്ടായിട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്യാനുള്ള ട്രേ ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ട്രേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, സ്റ്റീലിന്റെ ഒരു പാത്രം എടുത്താലും മതി. ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്താൽ മതി. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം പ്രസ് ബട്ടൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പം ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ഒരുപാട് തിക്കല്ല, ഒരുപാട് തിക്കായ നമ്മുടെ കേക്ക് കുറച്ച് ഹാർഡായി പോവും. നമ്മുടെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ എല്ലാ കേക്കും ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഒരു അലൂമിനിയം പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാൻ ഒരു അടപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാണ്, മീഡിയം ഫ്ലെയിമിൽ തന്നെ. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് ടൈം കുറച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പൊ നമുക്കൊന്ന് 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തുറന്ന് നോക്കിയിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇപ്പം കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് സ്ക്യൂർ വെച്ച് കുത്തി നോക്കുകയാണേ. കറക്റ്റ് ആയിട്ടുണ്ട്, ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. ഇത് നമുക്ക് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് കണ്ട നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് കേക്ക് തന്നെയാണ് കേട്ടോ. അതും ഈ കേക്കിന് ഇപ്പം മധുരം കുറവായിരിക്കും, കാരണം നമ്മൾ പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ആ ബിസ്ക്കറ്റിന്റെ ആ ഒരു മധുരം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പൊ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഓഫാക്കിയിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ ബിസ്ക്കറ്റിൽ നിന്ന് മാറ്റി വെച്ച ക്രീമില്ലേ, അത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു വിസ്കോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 5 മിനിറ്റ് ഒക്കെ ഇതുപോലെ നന്നായിട്ട് അടിച്ചടിച്ച് ബീറ്റ് ചെയ്ത് കണ്ടതാ. ഇപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം പോലെ തന്നെ വന്നിട്ടില്ലേ, ഇത് മതി. അപ്പം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് കേക്കിന്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് ആണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഇട്ട പാത്രം വെച്ച് ചെറുതീയിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണേ. ഇനി ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കാൻ വേണ്ട. ഡയറി മിൽക്കിന്റെ ചോക്ലേറ്റ് ഇല്ലേ, അത് വാങ്ങിച്ച് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. നോർമൽ ആയിട്ടുള്ള ഡയറി മിൽക്ക് ചോക്ലേറ്റ് എടുത്താൽ മതി. പിന്നെ ഈ പാത്രത്തിലോ സ്പൂണിലോ ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവാതെ സൂക്ഷിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചോക്ലേറ്റ് മെൽറ്റ് ആയി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പം നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. അതപ്പോൾ ഞാനിതാ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കട്ടെ, ഓഫ് ആക്കണ്ട. ഇതിപ്പം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പൊ അതാ അതിന്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി വരും, കുറച്ച് തിക്കായി വരും, കുഴപ്പമൊന്നുമില്ല. പിന്നെയും 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെയും കുറച്ചൊന്ന് ലൂസായില്ലേ, എന്നാൽ അതുപോലെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇളക്കുന്ന സമയത്ത് മെൽറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് മാറ്റി പിടിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയപ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസി ആയി. ഞാൻ ചോക്ലേറ്റ് എടുത്തിരുന്നത് ഒരു 150 ഗ്രാം ചോക്ലേറ്റ് ആണ്. ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം ചോക്ലേറ്റ് എടുക്കാനായിട്ട്. ഇങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അവിടെ നിന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. തൊടുമ്പോൾ തന്നെ നന്നായിട്ട് താന്നു പോകുന്നുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുമുണ്ട്. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് സൈഡൊക്കെ അരികൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു കത്തി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി പെട്ടെന്നൊന്ന് വരാനായിട്ട്. നമുക്കൊരു വിലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ഇളകി കിട്ടിയില്ലെങ്കിലോ. നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. പെർഫെക്റ്റ് കേക്കാണ്. നോക്കിക്കേ, കണ്ടാൽ പറയോ ഇത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന്. നല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്ക് പോലെ തന്നെയല്ലേ. നല്ല സോഫ്റ്റ് ആണ്. നല്ല ഹൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. 3 ലെയർ ആക്കണമെങ്കിലും 3 ലെയർ ആക്കാം. അപ്പൊ നമുക്ക് ആ ഒരു ക്രീം കുറവായിരിക്കും. ഇനി 3 ലെയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ 1 പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ ക്രീമും കൂടെ എടുത്തിട്ട് ഒന്ന് ക്രീം ആക്കിയാൽ മതി. നമുക്ക് സാധാരണ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു ട്വൈനാണ്, നൈലോണിന്റെ ത്രെഡാണിത്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒന്ന് ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് വലിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ കേക്കിന്റെ ലെയർ എന്ത് സോഫ്റ്റായി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് 2 കേക്കിന്റെ മുകളിലേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുഴുവൻ ഒഴിക്കണം കേട്ടോ, കാരണം എല്ലാന്നുണ്ടെങ്കിലും മധുരം ഉണ്ടാവില്ല. ഇപ്പൊ 2 ലെയറിലും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾ ഇതുപോലെ ക്രീം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ക്രീമും കൂടി ഇടുമല്ലോ, അപ്പൊ അത്ര 2 ടേബിൾ സ്പൂൺ മതിയാകും. ഞാനിതൊരു കേക്ക് ബോർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഗനാഷ് ഒഴിക്കുമ്പം ഒന്ന് ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഏകദേശം ഇതേ അളവിനുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ജ്യൂസിയാണ്. നമ്മുടെ എല്ലാ കേക്കും പോലെ തന്നെ ജ്യൂസി കേക്ക് തന്നെയാണ് കേട്ടോ ഈ ഓറിയോ കേക്കും. ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് ക്രീം തേച്ചു കൊടുക്കാം. ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പ് ലെയറും കൂടെ വെച്ചു കൊടുക്കാം. അപ്പൊ മോൾ ഭാഗം കുറച്ച് പൊങ്ങിയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി ഇതാ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, കണ്ടോ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. എന്നിട്ട് കണ്ട ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി തന്നെയാണ്. ഇത് ചൂടോടെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തണുത്തിട്ട് തന്നെ ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് കേക്കിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഒലിച്ചു പോട്ടെ കേട്ടോ. നമ്മൾ കത്തി കൊണ്ടൊന്നും തൊട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലായിടത്തും അങ്ങ് ഒലിച്ചു പോയിക്കോളും. നമുക്കിത് സൈഡിലുള്ള എക്സ്ട്രാ വന്നിട്ടുള്ള ക്രീം ഒന്ന് കൈകൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് എഡിബിൾ സിൽവർ ബോൾസ് ഇട്ട് കൊടുക്കുകയാണേ. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മളിപ്പം ഒരു ഓറിയോ ബിസ്ക്കറ്റിന്റെ വൈറ്റ് ക്രീം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ ഉരുളയാക്കുക, ഒന്ന് ഉരുട്ടിയിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. അവിടെ എവിടെയൊക്കെ ആയിട്ട് അതൊരു പേള് പോലെ ഉണ്ടാവും, ഒരു പേളിന്റെ കളറല്ലേ ഉള്ളത്. ഇനി നമുക്ക് സൈഡിലൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഓറിയോന്റെ ബിസ്ക്കറ്റ് തന്നെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ ഫോട്ടോ എടുക്കേണ്ടതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തേ ഉള്ളൂ. അപ്പം എല്ലാ ബിസ്ക്കറ്റും വെച്ചിട്ട് ഇനി ചെറിയ എടുത്തിട്ടുണ്ട്. ചെറിയ എടുത്ത് നമുക്കൊന്ന് സൈഡ് ഈ കൂർത്തിരിക്കുന്ന ഭാഗം അടിയിലാക്കി വെച്ചിട്ട് നമുക്ക് ചരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗം അടിയിലാക്കി വെക്കുക. എന്നിട്ട് നമുക്കിത് നടുവിലൂടെ ഒന്ന് കട്ട് ചെയ്യാം. നടുവിലൊന്ന് കട്ട് ചെയ്ത് തിരിച്ചു വെക്കുമ്പോഴത്തേക്കും ഹാർട്ട് ഷേപ്പിൽ കിട്ടും. ഇത് നമുക്ക് കേക്കിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് കേക്കിന്റെ വീഡിയോയിൽ ചെയ്ത പോലെ ടൂത്ത് പിക്ക് വെച്ച് കുത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മുടെ
ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയില്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. അത്യാവശ്യം നല്ലൊരു കേക്ക് തന്നെയാണ്. ചോക്ലേറ്റ് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, കാരണം നല്ല ചോക്ലേറ്റിയാണ് ഈ കേക്ക്. നമുക്ക് കട്ട് ചെയ്യാം. അല്ല, കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എത്രയ്ക്ക് സോഫ്റ്റ് കേക്കാന്ന്, അങ്ങ് താണു പോണുണ്ട്. കട്ട് ചെയ്തു. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഞാൻ കഴിക്കട്ടെ ഇനി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ചോക്ലേറ്റിയാണ്. ആ ചോക്ലേറ്റിന്റെ സോസ് മുകളിലുള്ളത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ കുറെ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ കേക്കിന്റെ മുകളിലത്തെ ഗനാഷ് സാധാരണ ഗനാഷ് പോലെയല്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് തിക്കാവും. അതുകൊണ്ട് തണുത്ത കേക്ക് കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേക്ക് ക്രീം കൊണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഗനാഷ് ഒഴിച്ചാൽ മതി. നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കേക്കിന്റെ റെസിപ്പി ചെയ്തു വെച്ചിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കേക്ക് അല്ല കേട്ടോ ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പൊ ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം എല്ലാവർക്കും ക്രീം ഒന്നും കിട്ടാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കാര്യം കഴിയും. വെറും 60 രൂപ ഉള്ളൂ 2 പാക്കറ്റിനും കൂടെ. പിന്നെ ചോക്ലേറ്റ് ഒക്കെ വേണമെങ്കിൽ അത് ചെയ്യാവുന്നേ ഉള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.